പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, ദൂരത്തും ചാരത്തും ശബ്ദസീമയ്ക്കുള്ളിലും വിവിധ രാജ്യങ്ങളിലും ഞങ്ങളുടെ ഈ അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു ദിനം കൂടി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിലുള്ള വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു ദിനം കൂടി നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല ദാനങ്ങൾക്കുമായി തിരുമേനിയെ വാഴ്ത്തുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നെത്തുവാൻ വിശ്വസ്തനായ ദൈവം നമ്മളോട് കാണിച്ച എല്ലാ കരുണയ്ക്കുമായി തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു ദിനം കൂടി ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ നമ്മളെ നടത്തുന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം കരേറ്റിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും അന്ത്യകാല സംഭവങ്ങളും എന്ന വിഷയത്തെപ്പറ്റി തദ്വാര നമ്മൾ പ്രഭാഷണ പരമ്പരകളിലായിരിക്കുന്നു. 2020 മുതൽ പാൻഡമിക് സിറ്റുവേഷനായ COVID-19 മാർച്ച് മാസം മുതൽ ലോകരാജ്യങ്ങളെ മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിമുക്തിയിലേക്ക് ഇതുവരെ ലോകം കടന്നു വന്നിട്ടില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം അതിൻ്റേതായ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വാക്സിനുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് പല രാഷ്ട്രങ്ങളിലും ഇതിന് അനുമതി കൊടുക്കുകയും ചില രാഷ്ട്രങ്ങൾ അതിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ആഗോള വ്യാപനമായി നോവൽ കൊറോണ വൈറസ് COVID-19 വളരെ പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക മേഖലയ്ക്കും ലോകഭരണത്തിനുമൊക്കെ ഉണ്ടാകും. അപ്പോൾ തന്നെ പല കമ്പനികളും വാക്സിന് വേണ്ടിയും കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ പേരുകൾ കേൾക്കുവാനിടയായി. COVID-19, നോവൽ കൊറോണ വൈറസ്, അതുപോലെ PCR ടെസ്റ്റ്, ആൻറ്റിജൻ ടെസ്റ്റ്, കോവിഡ് ടെസ്റ്റ്, തീർന്നില്ല. അപ്പുറത്തേക്ക് PPE കിറ്റ്, സാനിറ്റൈസർ, മാസ്ക്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ക്വാറൻറ്റൈൻ, ലോക്ക്ഡൗൺ, അനവധി പേരുകൾ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. എവിടെ ചെന്നാലും വൈറസ്. ബാങ്കിൽ ചെന്നാൽ നോട്ടിനകത്ത് വൈറസ് എന്ന് പറയുന്നു. മറ്റ് ബസ് സ്റ്റോപ്പുകളിൽ ചെന്നാൽ വൈറസ്. ബസ്സിനകത്ത് കയറിയാൽ പേടി വൈറസ്. ആഹാര സാധനങ്ങൾ പോലും നല്ലതുപോലെ ഉപയോഗിക്കാതെ വളരെ പേടിയോടെ അവർ നോക്കുന്ന വൈറസ്. വല്ലാത്ത ഒരു കാലം. കോവിഡിൻ്റെ പരിസമാപ്തിയിൽ എൻഡ് ഓഫ് ദ കോവിഡ് 8 കാര്യങ്ങൾ നടക്കുമെന്ന് എല്ലാ പ്രഭാഷണത്തിലും പറയുന്നുണ്ട് ഞാൻ. 1, യഹൂദൻ്റെ മടക്കവും, 2, യഹൂദൻ്റെ ആലയവും, ലോകരാഷ്ട്രങ്ങൾ 2 ചേരിയിലും, ഒരുവൻ്റെ കയ്യിൽ ലോകവും, സാമ്പത്തിക മാന്ദ്യവും, COVID-19 വരുന്ന പ്രിവൻറ്റീവ് പിന്നത്തിലൊരു ചിപ്പ്, 100 കോടി പേർ പട്ടിണിയിലേക്കും, അപ്പോൾ തന്നെ തീവ്രവാദ സംഘടന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മിലിറ്ററിയും കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ പള്ളികളിലും ടൗണുകളിലും ബോംബ് വെക്കുകയും കഴുത്തിറക്കുകയൊക്കെ ചെയ്യുന്നു. ഒരേ സംഭവങ്ങളുടെ നിരയായി യേശു പറഞ്ഞതുപോലെ ഒരു സൈഡിൽ കോവിഡ് അടിക്കുമ്പോഴും ഇസ്രയേലാകുന്ന അത്തി തളർത്ത് നിൽക്കുന്നു, മറു സൈഡിൽ എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നു. ആകാശവിധാനത്തിലെ സംഭവങ്ങൾ, കാറ്റുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കാണിക്കുന്നു. ഏകലോക മതത്തിന് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 13:7 പറയുന്ന പോലെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചെന്നപോലെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർച്ച് മാസത്തിൽ ഇറാഖിൽ കൂടി പോകുന്നു. ഇറാഖ് പഴയ പ്രതാപത്തിലേക്ക് വരുന്നൊരു കാലത്തിലേക്ക് ലോകം വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ നിവർത്തിയായി കഴിഞ്ഞ പ്രഭാഷണങ്ങളിലെല്ലാം മിലിറ്ററിയെ പറ്റിയും, നോഹയുടെ കാലത്തെ പ്രളയത്തെപ്പറ്റിയും, ലോത്തിൻ്റെ കാലത്ത് നടന്ന പാപം ഇന്ന് ലോകത്തിൽ നടക്കുന്നതിനെ പറ്റിയുമെല്ലാം തദ്വാര തിരുവചനത്തിൽ കൂടി നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ കരുണാമയനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചതിനായി നമുക്ക് തിരുമേനിയെ വാഴ്ത്താം. ഒരിക്കൽ കൂടി ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ പ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തെന്നറിഞ്ഞ് വിശുദ്ധിയോടും വേർപാടോടും കൂടി നിത്യതയുടെ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് ജീവിപ്പാൻ കരുണാമയനായ ദൈവം ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന മണവാട്ടിയുടെ യോഗ്യതയെപ്പറ്റി യേശു ഒലിവുമലയിൽ പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ സംക്ഷിപ്ത രൂപമായി സഭയ മണവാട്ടിയുടെ യോഗ്യത
പഴയ നിയമത്തിൻ്റെ അർത്ഥങ്ങളും നിഴലും പുതിയ നിയമത്തിലെ പൊരുളും തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ആർ എടുക്കപ്പെടും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പ്രഭാഷണം കിടക്കുന്നത്. ദൈവജനം പ്രാർത്ഥനയോടെയും ദൈവവചന പഠന ധ്യാനത്തോടെയും കൂടെ ആയിരിക്കാൻ ഒരിക്കൽ കൂടി ഉദ്ബോധിപ്പിക്കുന്നു. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 34, 35, 36 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 34, 35, 36 വായിച്ചാട്ടെ. ലൂക്കോസ് 17, 34, 35, 36 വാക്യങ്ങൾ. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. കർത്താവിന്റെ വരവെങ്കിൽ ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അടുത്തത് 2 പേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും. ഒരു തിരികല്ലിൽ 2 സഹോദരിമാർ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അടുത്തത് 2 പേർ വയലിലിരിക്കും. 2 പേർ ഒരു വയലിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അടുത്ത വാക്യവും കൂടി എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറയുന്നു. പ്രസംഗിക്കുന്ന ഞങ്ങൾ ആരുമല്ല പറയുന്നത്. പഴയ നിയമത്തിൻ്റെ നിഴൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ പൊരുളിലേക്ക് വരുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ വരവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി, നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം, ആകാശ ലക്ഷണങ്ങൾ, അത്തിയാകുന്ന ഇസ്രയേൽ, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ, സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ വിളങ്ങുന്നത് പോലെ തൻ്റെ ദൂതന്മാർ 4 ദിക്കിൽ നിന്ന് ഭക്തന്മാരെ കൂട്ടും. അത്തിയെ നോക്കി ഒരുപാട് കാലിക പ്രസക്തിയുള്ള പ്രവചനങ്ങളുടെ നിവർത്തിയായി വരവിൽ എടുക്കപ്പെടേണ്ട ആ ദിവസത്തിൽ, കർത്താവിൻ്റെ വരവിങ്കൽ 2 പേർ ഹല്ലേലൂയ ഒരു വയലിൽ, 2 പേർ തിരികല്ലിൽ, 2 പേർ ഒരമ്മയുടെ ഉദരത്തിൽ. ഇവരിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ തള്ളപ്പെടും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരുത്തി തള്ളപ്പെടും. ഒരാൾ എടുക്കും, മറ്റൊരാൾ തള്ളപ്പെടും. ആരെയാ കർത്താവ് വരുമ്പോൾ ചേർക്കുന്നത്? ചേർക്കുവാനുള്ള യോഗ്യത. ആരെടുക്കപ്പെടും, ആർ തള്ളപ്പെടും. കണ്ണുകൾ ദൈവസന്നിധിയിൽ മൂടാം. കരുണാമയനായ ദൈവം തൻ്റെ ദൂതസഞ്ചയവുമായി നമ്മുടെ പ്രഭാഷണ പരമ്പരകളിൽ ആഗതനായിട്ടുണ്ട്. തേജസ് വാരി ഉടുത്ത കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ, ദൈവവചനത്തോട് ചേർന്ന് കിടപ്പാൻ ഒരു ദിനം കൂടി നമ്മളെ പോറ്റി പുലർത്തിയതിനായി നമുക്ക് തിരുമേനിയെ വാഴ്ത്താം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു ദിനം കൂടി നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് വന്ന് തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനും ആരാധനയ്ക്ക് വേണ്ടി കാൽ കൊടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി തിരുമേനിയെ വാഴ്ത്തുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വചനം പറഞ്ഞതുപോലെ ക്രിസ്തു തൻ്റെ ശരീരത്തെ നുറുക്കിക്കൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, തൻ്റെ ശരീരമാകുന്ന സഭയും കാൽവറിയിൽ താൻ ഊറ്റിക്കൊടുത്ത രക്തവും ഞങ്ങളുടെ പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി അവൻ ഒഴുക്കിക്കൊടുത്ത രക്തത്തിൻ്റെ ഓഹരികൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ കര ഞങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്ന മിനിറ്റുകളായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുവാൻ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ചൊല്ലി, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് നിന്ന് ജീവജല നദിയുടെ തിരുവെഴുത്ത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നദി ഈ പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥാനത്തും വിഷ്വൽ മീഡിയയിലും അല്ലെങ്കിൽ ഓൺലൈൻ ടെലികാസ്റ്റിലും കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം. വേദനയോടോ ഭാരത്തോടോ ദുഃഖത്തോടോ ആരെങ്കിലും ഞങ്ങളുടെ പ്രഭാഷണ പരമ്പരകൾ ശ്രദ്ധിക്കുന്നെങ്കിൽ മഹത്വവാനായ ദൈവമേ, അവരെയും ദൈവം ബലപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കായിട്ടല്ല, അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ അധ്വാനിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ടെലികാസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഓ ഹല്ലേലൂയ, ഇതിന് മുഖാന്തരമായ ദൈവസഭ, ദൈവദാസൻ, മക്കൾ എല്ലാവരും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ദിനം കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്ന കഴിഞ്ഞ പ്രഭാഷണത്തിലെ പോലല്ല കർത്താവെ, അന്ത്യകാലത്തിൻ്റെ ഒരു ചുരുൾ കർത്താവെ തിരിച്ച് നിൻ്റെ മക്കൾക്ക് വിളമ്പുവാൻ എളിയദാസനെയും അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഉയരണ്ട. മഹത്വവാനായ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ച് വഴി നടത്തുന്ന ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അങ്ങയുടെ കൃപയുടെ കരം, അങ്ങയുടെ കരുണയുടെ കരം, അങ്ങയുടെ ദയയുടെ കരം, അങ്ങയുടെ വിടുതലുടെ കരം 2021 ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നീട്ടിയതിനായി സ്തോത്രം. സകല മഹത്വം അപ്പച്ചന് കരയേറ്റുന്നു. പ്രാർത്ഥന മാനിക്കും യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ട മണവാട്ടിയുടെ യോഗ്യതയെന്ന് യേശു താൻ ഒലിവുമലയിൽ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലും 2 പേർ വയലിലും 2 പേർ തിരികല്ലിലും ആർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. അതിൻ്റെ യോഗ്യത പഴയ നിയമം നിഴലായും പുതിയ നിയമത്തിൽ അതിൻ്റെ കമ്പാരിസൺ പൊരുളായും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആർ കർത്താവിൻ്റെ വരവിൽ ഇതിനകത്ത് 3 കാലിക പ്രസക്തിയുള്ള ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2 പേർ ഒരു കിടക്കമേൽ, 2 പേർ ഒരു വയലിൽ, 3, 2 പേർ ഒരു തിരികല്ലിൽ. അതിനെ ആസ്പദമാക്കിയായിരിക്കും നാം പ്രതിപാദിക്കുന്നത്. ആത്മീയമായ മൂല്യങ്ങളും സനാതനമായ ദൈവിക വചനത്തിൻ്റെ തത്വങ്ങളും അപ്പുറത്തേക്ക് ഉപദേശത്തിൻ്റെ പരമ്പരകളും ഇതിനകത്ത് 4 കണ്ടൻ്റായി ദൈവജനം കർത്താവിൻ്റെ വരവിലേക്ക് എടുക്കപ്പെടുവാൻ യോഗ്യതകളും പറയുമ്പോൾ സന്ദേശങ്ങളുടെ പരമ്പരകൾ അവസാനിപ്പിക്കും. ഉപേക്ഷിക്കുകയും ഏറ്റുപറയുകയും അനുദപിക്കുകയും വചനത്തോട് പറ്റിച്ചേരുകയും സത്യത്തിൻ്റെ ആത്മാവും ആരാധനയുടെ ശക്തിയും വെളിപ്പെടുന്നവൻ പ്രിയൻ്റെ വരവിൽ എടുക്കപ്പെടുന്നെന്ന് പഴയ നിയമത്തിലെ 3 ഭാഗങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് കടന്ന് ഈ സന്ദേശ പരമ്പരകൾ അവസാനിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ആദമ മുതൽ 7-മനായ ഹാനോക്കും പിന്നത്തതിൽ നോഹയും നോഹയ്ക്ക് ശേഷം അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ തലമുറയായ ഇസഹാക്കിനെയും തീർന്നില്ല, ഇസഹാക്കിൻ്റെ തലമുറകളായി 2 പ്രിയപ്പെട്ടവരെയും സ്വർഗം കാണുന്നു. അതാ യാക്കോബും ഏശാവും ഒരു കിടക്കമേൽ ഒരമ്മയുടെ ഉദരത്തിൽ. ശ്രദ്ധയോടെ ഇരിക്കണം. അതാണ് ഏറ്റവും നിർണായകമായ സംഭവം. അതിലേക്ക് കടക്കാം. ആർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും, ആർ തള്ളപ്പെടും. ഉൽപ്പത്തി 25-ന്റെ 22, 23 വാക്യങ്ങൾ ദൈവസന്ധിയിൽ വായിക്കാം. ഉൽപ്പത്തി 25 അതിൻ്റെ 22, 23 പഴയ നിയമത്തിൻ്റെ നിഴലായ ഭാഗങ്ങൾ വായിച്ചേട്ട മക്കളെ. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ. ഇതാണ് ഒരു കിടക്ക. പലരും വിചാരിക്കും ഒരു സംഭവമുണ്ട്. പല ദൈവമക്കളും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ വാക്യം കളയരുത്. ഈ കല്യാണം കഴിച്ചാൽ ഭർത്താവ് തള്ളപ്പെട്ടു പോകും, ചിലപ്പോൾ ഭാര്യ കർത്താവിൻ്റെ വരവിൽ പോകും. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആത്മീയ ഗോളത്തിലെ ആൾക്കാരുണ്ട്. ഒരു കിടക്കമേൽ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആ രാത്രിയുടെ പ്രത്യേകത പലരും പറയുന്നത് അമേരിക്ക പകലാകുമ്പോൾ ഇന്ത്യ രാത്രിയായിരിക്കും, ഇന്ത്യ പകലാകുമ്പം രാത്രിയായിരിക്കും. രാത്രി എന്ന് പറഞ്ഞത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 9:4 പറയുന്നുണ്ട്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതാ ലൂക്കോസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ സുവിശേഷങ്ങളുടെ നെറുകയിൽ ഒരു കിടക്കമേൽ 2 പേർ ആയിരുന്നു. പലരും പറയും കല്യാണം കഴിഞ്ഞ് കിടക്കുന്ന അച്ചായനും അമ്മാമ്മയും, അച്ചായൻ പോകും അമ്മാമ്മ പോകത്തില്ല, അതുകൊണ്ട് കല്യാണം വേണ്ട. അവറാച്ചാൻ പോയാൽ അന്നമ്മ പോയില്ലേ പിന്നെ കാര്യമില്ലല്ലോ. അതല്ല സംഭവം. ഇതാണ് വചനത്തിൻ്റെ പൊരുൾ. ആ രാത്രിയിൽ ഒരു കിടക്കമേൽ. വായിച്ചേട്ട മക്കളെ. ആ രാത്രിയിൽ അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. അടുത്തത് 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. ഇസ്രായേൽ. അടുത്തത് മൂത്തവൻ ഇളയവനെ സേവിക്കും. മൂത്തവൻ ഇളയവനെ സേവിക്കും. മൂത്തവൻ ആര്? ഏശാവ്. കഥയിലേക്ക് വരാം. ഇതാ ആർ എടുക്കപ്പെടും, ആർ തള്ളപ്പെടും. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ, കുഞ്ഞു വായിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി കിട്ടും. ശ്രദ്ധയോടെ ഇരിക്കണമേ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിക്കുന്നു. ഇസഹാക്ക് ഭാര്യയായ റബേക്കയും ഇസഹാക്കിന് 2 സന്തതികളായി ഏശാവും യാക്കോബും. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകൾ ഒരമ്മയുടെ ഉദരത്തിൽ പിറക്കുവാനിടയായി തീർന്നു. 1 ഏശാവ്, 2 യാക്കോബ്. ഒരുവൻ മൂത്തവനായിരിക്കുന്ന ഏശാവ്, അവൻ്റെ പേരേതവും ചുവന്നവൻ, വനശാലിയും നായാട്ടുവീരനും, അതുപോലെ തന്നെ ഒരു നിർകൃഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഏശാവ്. 2ാമത്തവൻ്റെ പേരായ യാക്കോബ്. കഥയിലേക്ക് നാം പ്രവേശിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഏശാവും യാക്കോബും തമ്മിലുള്ള അന്തരത്തിൻ്റെ നിവൃത്തിയായി ഏശാവ് വനശാലിയും വനജീവിതമുള്ളവനും നായാട്ടുവീരനും ഒക്കെയായിരുന്നു. യാക്കോബ് കൂടാരവാസിയായിരുന്നു. അപ്പോൾ ഇസഹാക്കിന് കണ്ണ് മങ്ങി. ഇസഹാക്കിന് കണ്ണ് മങ്ങിയപ്പോൾ തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, 1ാമത്തെ സംഭവമായി തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഹല്ലേലൂയ ഏശാവ് ഈ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. പ്രായം ചെന്ന ഇസഹാക്ക്
ഒരിക്കൽ ഒരു കാര്യം ചെയ്തു. അവൻ ആദ്യം നഷ്ടപ്പെടുത്തിയത് ജ്യേഷ്ഠാവകാശമാണ്. ഏശാവ് വനാന്തരത്തിൽ വേട്ടയ്ക്ക് പോയപ്പോൾ യാക്കോബ് ചെയ്ത ഒരു കാര്യം എന്തറിയാമോ? പയർ കൊണ്ടൊരു പായസം ഉണ്ടാക്കി. നല്ല പായസം ഉണ്ടാക്കിയതിന് ശേഷം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എസൻസ് അതിനകത്ത് അവൻ കുടഞ്ഞു. സംഭവിച്ചത് വേട്ട കഴിഞ്ഞ് വളരെ ഭക്ഷണത്തിന് വേണ്ടി ദാഹിച്ചു വന്ന ഈ ഏശാവ് യാക്കോബിൻ്റെ ഭക്ഷണം കണ്ടിട്ട് ആ സത്യത്തിൽ അവനങ്ങ് താഴ്ന്നു കൊടുക്കാനിടയായി. മലയാള ഭാഷയിൽ അവൻ്റെ ജ്യേഷ്ഠ അവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തി. എന്തിനു വേണ്ടി? വനശാലിയായി ദൈവസന്നിധിയിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട തലമുറകളിൽ വനശാലിയായവൻ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാൻ യാക്കോബ് വെച്ച കെണിയിൽ ട്രാപ്പേ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവൻ്റെ ഏശാവ് ഈ ചുവന്നവനാ, ഏതോ ചുവന്നവൻ. അവനെ മാർക്കറ്റിൽ പോകുമ്പോൾ അമ്മച്ചി പറഞ്ഞു വിട്ട് അവൻ ക്യാരറ്റൊക്കെ ബീട്രൂട്ടൊക്കെ മേടിക്കായിരുന്നു, ചുമപ്പുള്ളവൻ. യാക്കോബിന് ഈ സകല ടെക്നിക്കുകളും അറിയാം. അവൻ നല്ല ടെക്നോളജിക്കാരനായിരുന്നു. ഏശാവ് ഏതിൽ വീഴുമെന്ന് അവൻ അറിയായിരുന്നു. വനശാലിയായി പോയിട്ട് വരുമ്പോൾ എന്തോ ഇതറിഞ്ഞോ, നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചില ചേച്ചിമാർ എസൻസൊക്കെ കുടയുന്ന പോലെ നല്ല മണം കിട്ടാൻ വേണ്ടി കുടയും. ഇവൻ വീട്ടിലോട്ട് വരുന്ന വഴിയിലേ ഇവൻ ഈ സ്മെല്ലൊക്കെ അടിച്ചു. ഇവൻ വരുന്നത് അറിഞ്ഞിട്ട് യാക്കോബ് ഈ കലത്തിൻ്റെ അടപ്പം തുറന്നിട്ടു. മൂക്കിലോട്ട് അവൻ്റെ സ്മെല്ലടിച്ച സമയത്തപ്പോൾ എന്ത് ചെയ്ത്? ഏശാവ് ഒരു കാര്യം ചെയ്തു. ഏശാവ് ഒരു കാര്യം ചെയ്തത് ഈ യാക്കോബിൻ്റെ മുൻപിലേക്ക് അവൻ കമിഴ്ന്നു വീണാനിടയായി. സഹോദര, എനിക്കിത് തരണം. അവൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ അലക്ഷ്യമായി കളഞ്ഞു. ഒരു വ്യക്തിയുടെ പരാജയം അല്പക്ലേശം വന്നാലും ശത്രു ഉണ്ടാക്കുന്ന കെണിക്കകത്ത് വീണ് അവൻ്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തത് നമ്പർ 1. നമ്പർ 2, ഇസഹാക്കിൻ്റെ കാഴ്ച മങ്ങി. ഏകദേശ സമയം കൊണ്ട് ഇസഹാക്കിന് പോകാൻ വിസയും ടിക്കറ്റും കിട്ടുമെന്ന് കിട്ടി. ആ സമയത്ത് അപ്പൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. കഥയിലേക്ക് പ്രവേശിച്ചു വരികയാണ്. അപ്പൻ്റെ ആഗ്രഹം എന്താണ്? അപ്പം ഈ വനാന്തരത്തിൽ നിറച്ച് കഴിക്കാൻ അപ്പന് ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹത്തിൻ്റെ മൂർത്തീകരണത്തിൽ ഈ റബേക്ക യാക്കോബിനോട് പറഞ്ഞ കാര്യമുണ്ട്. ഏശാവ് വനാന്തരത്തിൽ പോയിരിക്കുക. നല്ല ഇറച്ചി, നല്ല വേട്ട ഇറച്ചി കൊണ്ടുവന്ന് അപ്പന് മൃഷ്ടാന്ന ഭോജനം നടത്തുവാൻ വേട്ട ഇറച്ചി കൊണ്ടുവന്നപ്പോൾ അതിനു വേണ്ടി പോയ വാർത്ത അറിഞ്ഞ അമ്മച്ചി യാക്കോബിനോട് പറഞ്ഞു, മോനെ, രോമക്കുപ്പായമുള്ള ഏശാവെന്ന് പറയുന്ന ഏതോമ ആയിരിക്കുന്നവൻ വനാന്തരത്തിൽ പോയി ഇറച്ചി കൊണ്ടുവരും. അപ്പന് പാചകം ചെയ്തു കൊടുത്താൽ അനുഗ്രഹം അവൻ കൈക്കലാക്കും. അതുകൊണ്ട് കണ്ണ് മങ്ങി അപ്പൻ്റെ നിന്ന് അനുഗ്രഹം കൈക്കലാക്കണമെങ്കിൽ ഞാൻ നല്ല ആട്ടുംകുട്ടിയെ കട്ട് ചെയ്ത് നല്ല മൃഗസമ്പത്തിന് കറി വെച്ച് അച്ചായന് കൊടുക്കാം. യാക്കോബിനത് ഇഷ്ടമായി. തീർന്നില്ല. ഇതാണ് ഇവന് ഉപായി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടിയ യാക്കോബ് എന്ന് പറയാൻ കാര്യം. അവൻ പെട്ടെന്ന് അമ്മച്ചിയുടെ വാക്ക് കേട്ട്, അമ്മച്ചിമാർക്ക് ഈ ഇളയ പിള്ളേരെ വലിയ ഇഷ്ടമാണ്, അങ്ങനെ വാക്ക് കേട്ട് അമ്മച്ചിയുടെ കറിയെല്ലാം റെഡിയാക്കി ചേട്ടനുള്ള രോമക്കുപ്പായം ആട്ടിൻ്റെ ഹല്ലേലൂയ രോമമൊക്കെ എടുത്ത് ചുറ്റിവെച്ച് ശബ്ദവും മാറ്റി. ആദ്യത്തെ ഫാൻസി ഡ്രസ്സ് മോണോ ആക്ട് നടത്തിയത് സിനിമാ നടൻ കമലഹാസനോ ജയറാമോ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പുള്ളിക്കാരനായ യാക്കോബ് ഭയങ്കര മന്നനായിരുന്നു. അപ്പച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പച്ചൻ ഈ മണം അടിച്ചപ്പോൾ കൈ ഒന്ന് തടവി. എന്നിട്ടും ഇസാക്കിനൊരു സംശയം, നീ എൻ്റെ ആദ്യജാതനായ ഏശാവ് തന്നെയല്ലേ? അവിടെയും കള്ളം പറഞ്ഞു. ആദ്യജാതനായ ഏശാവ് ശബ്ദവും മാറ്റി പറഞ്ഞു, മോനെ, ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് നിനക്ക് കിട്ടി? അപ്പം പറഞ്ഞു, എന്താ പറഞ്ഞത്? സർവശക്തനായ ദൈവം എനിക്കിത് വേണ്ടി നിനക്ക് വേണ്ടി അപ്പച്ചന് തന്നെയെന്ന്. കള്ളങ്ങളുടെ പ്രവാഹം തന്നെ പറഞ്ഞു. ആ സമയത്ത് എസൻസ് കുടഞ്ഞ നല്ല വേട്ടയിറച്ചി അച്ചായം കഴിച്ചിട്ട് രോമക്കുപ്പായമുള്ളവനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗതി മാറിയത് എന്താണെന്നറിയാമോ? സംഭവം ഗതി മാറി. അമ്മച്ചി മറ്റവൻ വനാന്തരത്തിൽ പോയിട്ടുണ്ട്, ഏശാവിൻ്റെ കയ്യിൽ വില്ലുണ്ട്. 1, നീ ജ്യേഷ്ഠാവകാശം ബഹിർവാശം കൊടുത്ത് അടിച്ചു മാറ്റി. 2, അപ്പച്ചൻ്റെ അനുഗ്രഹവും കൂടെ നീ ഇപ്പം മേടിച്ച്. ഇതറിഞ്ഞാൽ അവൻ അരയിൽ കിടക്കുന്ന വാളൂരും.
ഉടനെ അമ്മാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്കിളുടെ വീടുണ്ട്, ലാബാന്റെ ഭവനമുണ്ട്, ലാബാന്റെ ഭവനത്തിലേക്ക് പൊക്കോളുക, ഇല്ലെങ്കിൽ ഏശാവിൻ്റെ വാളിന് നീ ഇരയായിത്തീരും. കഥയിൽ കൂടിയ മുൻപോട്ട് പോകാൻ പറ്റൂ. ഒരമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കിടക്ക അമ്മയുടെ ഉദരം, മൂത്തവനും ഇളയവനും ഏശാവും യാക്കോബും. ഏശാവിൻ്റെ ഇന്ന് 2 അവകാശങ്ങൾ കൈപ്പറ്റിയിട്ട് അമ്മയുടെ വാക്ക് കേട്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിത്തിരിക്കുവാൻ ഇറങ്ങി. അവൻ്റെ പേരാ യാക്കോബ്. കയ്യിൽ ഒരു തുരുത്തി വെള്ളം, ഉടുത്തിരിക്കുന്ന ഡ്രസ്സ്, ഒരു വടി. പകൽ മുഴുവൻ വീട്ടിനകത്ത് കൂടാരത്തിൽ പാർത്ത യാക്കോബ് പകൽ മുഴുവൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി അവസാനം അവൻ ലൂസ് ദേശത്തിലെത്തി. എവിടെയോ അവൻ്റെ വടി നഷ്ടപ്പെട്ടു, എവിടെയോ അവൻ്റെ കയ്യിലിരുന്ന വെള്ളപ്പാത്രവും തീർന്നു. അവൻ്റെ മുൻപിൽ ഒരു വഴിയില്ല, ലാബാൻ്റെ വീട് അവൻ അറിയത്തില്ല. അയ്യോ, അന്ന് സന്ധ്യയെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നു, വീട്ടിൽ പോയാൽ ഏശാവിൻ്റെ വാളിനിരയായിത്തീരും. ഇല്ല, ലാബാന്റെ വീട് അറിയത്തില്ല. അന്നവൻ ഒരു കല്ല് തലയണയായി വെച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകാനിടയായി തീർന്നു. ഈ സത്യവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എന്ന് നിന്റെ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ, അന്ന് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കോവണി ഇറക്കിത്തരും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, നിന്നെ സഹായിക്കുന്നവർ നിനക്കെതിരെ നിൽക്കുമ്പോൾ, സഹോദര സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. അത്ഭുതങ്ങളുടെ വഴി തുറക്കുവാൻ കരുത്തുറ്റൊരു ദൈവം. ഹല്ലേലൂയ. ലോകത്തിന്റെ സൂര്യൻ യാക്കോബിന്റെ മുൻപിൽ മാറിയപ്പോൾ, കല്ല് തലയണയായി വെച്ചപ്പോൾ, അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ ആ തലയണയായ പാറയ്ക്കകത്ത് വീണപ്പോൾ സ്വർഗത്തിന്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, നിന്റെ കുടുംബത്തിനകത്ത് കോവണി ഇറങ്ങി തരുക, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് കോവണി ഇറക്കി തരുക, നിന്റെ സഭയ്ക്കകത്ത് സ്വർഗീയ കോവണി ഇറക്കി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ? ലോകത്തിന്റെ സൂര്യൻ നിന്റെ മുൻപിൽ അസ്തമിക്കട്ടെ, ലോകത്തിന്റെ സൂര്യൻ നിന്റെ മുൻപിൽ മാറട്ടെ. യാക്കോബേ, എന്നാൽ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ നീതി സൂര്യൻ നിന്റെ മുൻപിൽ അസ്തമിക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, സഹോദര സഹോദരി, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയെങ്കിൽ, അസ്ഥികൂടം ലോകത്തിന് മറവായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ പറ്റി ഒരു വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഏത് ലൂസിലായാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുക. നിന്റെ കണ്ണുനീരിനത് കഴിയും. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ശത്രുവിന്റെ വാളിന് ഇരയായി തീരാൻ നീ അനുവദിക്കത്തില്ല. നിന്റെ ഭവനക്കാരുടെ മുൻപിൽ നീ മുട്ടുമടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യാക്കോബേ, നിന്നെ വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഒരു കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ബൈബിളിലെ നല്ല കഥകളിലേക്ക് അവൻ സ്വർഗത്തോടൊരു കൽപ്പന ചെയ്തു വായിക്കുന്നില്ല, യാത്രയോട് ദൈവം എന്നോട് കൂടെ ഇരിക്കണം, എനിക്ക് കഴിപ്പാൻ ദൈവം തരണം, എനിക്ക് ഉടുപ്പാൻ സ്വർഗത്തിലെ ദൈവം തരണം. തീർന്നില്ല, ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുക, വായിക്കുന്നില്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ മടക്കി വരുത്തണം. താൽക്കാലിക ഒരു പരദേശിവാസത്തിന് വേണ്ടി അവൻ ഇറങ്ങിയതാ. കുഞ്ഞെ, വടി നഷ്ടപ്പെട്ടു, അമ്മ കൊടുത്ത വെള്ളം നഷ്ടപ്പെട്ടു. എന്ന് രാത്രി നിൻ്റെ തലയിണയിൽ നിൻ്റെ കണ്ണുനീര് വീഴുമോ, അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കോവണി ഇറക്കി തരുവാൻ ശക്തനാ. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ആ ലൂസ് പിന്നത്തതിൽ ദൈവത്തിൻ്റെ കോവണി ഇറങ്ങി വന്ന് യാഗപീഠം പണിതു, അതിനെ ബദലാക്കി മാറ്റുവാനിടയായി. നിൻ്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉയർന്നാൽ, നിൻ്റെ ചർച്ചിനകത്ത് ആത്മീയ ആരാധന ഹല്ലേലൂയ വെളിപ്പെട്ടാൽ, കുഞ്ഞേ, അത് പിന്നെ ബദല നിന്ന് ഉരുട്ടി മാറ്റി ഹല്ലേലൂയ ദൈവം നിന്നെ അനുഗ്രഹിക്കും. യാത്ര പോയി, എവിടെ പോയി? ലാബാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ദൂരെ നിന്ന് ലാബാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? ലാബാൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ലാബാൻ ആരാണെന്നറിയത്തില്ല. ആ സമയത്ത് ആ കിണർ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അനവധി കിണറുകൾ, വെള്ളം കോരാൻ, ആടിന് വെള്ളം കോരുവാനായിട്ട് പ്രിയപ്പെട്ടവർ വരിക. ആ കൂട്ടത്തിൽ അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഈ ലാബാൻ്റെ വീടിനെ പറ്റി. അപ്പോഴാ അവർ കാണുന്നത് ഹല്ലേലൂയ റാഹേൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൾ ആടുകളുമായിട്ട് വരുന്നു. ആട്ടിന് വെള്ളം കൊടുക്കുന്ന അപ്പൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആ ഭവനമാ ലാബാൻ്റെ ഭവനം. ദൈവത്തിൻ്റെ വഴി വിട്ട്, ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു.
അവിടെ ചെന്ന് ലാബാന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ലാബാന് പിടികിട്ടി. അവനെ കണ്ടപ്പോഴേ യാക്കോബ് ദൈവീക കോവണി ഇറങ്ങിയവനാ, ദൈവസാന്നിധ്യം ഇറങ്ങിയവനാ. യവനെ ആടും പറമ്പും ആടുമാടുകളും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ലാബാൻ ആദ്യത്തെ ട്രിക്ക് കൊടുത്തു. യാക്കോബ് ഏശാവിനെയും പറ്റിച്ചു, അപ്പനെയും പറ്റിച്ചു. ഏശാവിന് പായസവും അപ്പന് കറിയും കൊടുത്തു. അവകാശവും ജ്യേഷ്ഠാവകാശവും കൈക്കലാക്കി. അനുഗ്രഹം, അവകാശം. അവിടെ ചെന്ന് ലാബാൻ നോക്കിയപ്പോൾ യവനെ കിട്ടിയ ആടുപാമ്പിൻ്റെയും ഏക്കറിൻ്റെയൊക്കെ ചുമതല കൊടുത്തു കഴിഞ്ഞ കാര്യം റെഡി. ലാബാൻ ഒറ്റ കാര്യം ചെയ്തു, ആട്ടിനെ മേയ്ക്കാൻ വനാന്തരത്തിലേക്ക് വിട്ടു. തീർന്നില്ല. ആദ്യം പറഞ്ഞു, മൂത്ത മകൾ ലേയ അവിടെ നിപ്പുണ്ട്, റാഹേൽ അവിടെ നിപ്പുണ്ട്. ബിൽഗ, സിൽപ്പ, ദാസിമാരെല്ലാം കാണിച്ചിട്ട് യാക്കോബിനോട് പറഞ്ഞു, മോനെ നീ ഇതെല്ലാം നോക്കിയാൽ നിനക്കിതെല്ലാം തരാം. സ്വർഗത്തിലെ ദൈവം ആര്? അവനോട് മൊബൈലിൽ സാധാരണ ഈ പെൺകൊച്ചുങ്ങൾ ആൺകൊച്ചുങ്ങൾ ഫോട്ടോ അയക്കുന്ന പോലെ റാഹേലിൻ്റെ ഫോട്ടോയും കൊടുത്ത് അവനെ ആട്ടിനെ തീറ്റാൻ വിട്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സ്വോത്രം. 7 വർഷം അവൻ ആട്ടിനെ തീറ്റി. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച ഉപായിയായ യാക്കോബ് 7 വർഷം ആട്ടിനെ തീറ്റിയപ്പോൾ 7ാം വർഷം ഒരു വിവാഹം. യാക്കോബിനോട് റാഹേലിനെ കാണിച്ചു. പക്ഷേ അമ്മായിയപ്പനായ ലാബാൻ കള്ളത്തരത്തിൽ ഡോക്ടറേറ്റ് നേടിയവനായിരുന്നു. ഇവൻ വെറും ഡിഗ്രിയേ ഉള്ളായിരുന്നു. ലാബാൻ ഡോക്ടറേറ്റ് നേടിയവൻ. കല്യാണ രാത്രി അറബികളുടെയും യഹൂദരുടെയും കല്യാണത്തിന് വിവാഹത്തിന് കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ മുഖം മറഞ്ഞിരിക്കും. കല്യാണം രാത്രിയില്ല. യഹൂദൻ്റെയും അറബികളുടെയും അതുപോലെ ഫലസ്തീൻ മേഖല മുഴുവൻ. രാവിലെ യാക്കോബ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഹല്ലേലൂയ, ഞെട്ടുന്ന കാഴ്ച. താരതമ്യേന കാഴ്ച കുറഞ്ഞ ലേയെ യവന് മണവാട്ടിയായി സ്വർഗത്തിലെ ദൈവം കൊടുത്തു. കണ്ണ് മങ്ങിയ അപ്പച്ചന് ഹല്ലേലൂയ ആട്ടുംതോലും ചുറ്റി അമ്മച്ചി കൊടുത്ത ആഹാരവും കൊടുത്ത് പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യവനെ ശരിയാക്കി കയ്യിലാക്കി. കൊടുത്താൽ കൊല്ലത്തല്ല, ലാബാൻ്റെ വീട്ടിലും കിട്ടുമെന്നുള്ളത് കണ്ടോ? ദൈവമക്കൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ആഫ്റ്റർ 7 years തീർന്നില്ല, 7 വർഷം ലേയ. എന്നിട്ട് റാഹേൽ കൂടുണ്ട്. ഈ അപ്പ ലാബാൻ പറഞ്ഞ്, നീ ആടുകളെ നോക്കിക്കോ, സ്തോത്രം, ബാക്കി 14ാം വർഷം തരാം. കാലം മുൻപോട്ട് പോയി. അടുത്ത ആളെയും കിട്ടി, റാഹേൽ എന്ന് പറഞ്ഞ അമ്മാമ്മയും. തീർന്നില്ല, ബിൽഗ, സിൽപ്പ, ദാസിമാരെ കിട്ടി. ഇപ്പം 20 വർഷം ലൂസിനകത്ത് കോവണി ഇറങ്ങി, ദൈവസാന്നിധ്യം ഇറങ്ങി, തീരുമാനമെടുത്തവൻ അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി. മൊബൈലും കിട്ടി, ഇനോവയും കിട്ടി, ദാവീദിന് കൊട്ടാരം കിട്ടിയതുപോലെ ഇപ്പം പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ആ സമയം ലാബാൻ്റെ ആമ്പിള്ളാരൊക്കെ കുറച്ചങ്ങ് വളർന്നു. കഥയും കൂടെ കേട്ടോണ്ട് പോകാം. ഇതെന്തുവാ സംഭവം? ലാബാൻ്റെ ആമ്പിള്ളാരൊക്കെ വളർന്നപ്പോൾ അവർക്ക് പിടികിട്ടി. വീട്ടിൽ വന്ന ഈ പ്രിയപ്പെട്ടവൻ തങ്ങളുടെ സ്വന്തക്കാരനായ യാക്കോബ് അപ്പച്ചൻ്റെ ആട്ടുപാമും അടിച്ചു മാറ്റി, റബ്ബർ എസ്റ്റേറ്റും അടിച്ചു മാറ്റി, ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റും അടിച്ചു മാറ്റി. അർത്ഥം, ലാബാൻ്റെ ആൺമക്കളുടെ മുഖം യാക്കോബിന് നേരെ കടന്നൽ കുത്തിയതുപോലെ ആയിത്തീർന്നു. കണ്ടോ? ഒരുത്തനെ പുറപ്പെടുവിക്കാൻ വേണ്ടി ചെയ്തതാ. നാടൻ ഭാഷയമാർ കൊച്ചുപിച്ചാത്തി ഇട്ടുകൊണ്ട് നടന്നതാ. എപ്പോഴെങ്കിലും കിട്ടിയ കൈകാര്യം ചെയ്യാൻ. അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ടും പഴയ സ്നേഹമൊന്നുമില്ല. അപ്പ ലാബാന് ഇവന് യാക്കോബിന് ദർശനം തോന്നി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എനിക്കൊന്ന് മടങ്ങാം. ആരൊക്കെ ഉണ്ട്? ഭാര്യമാരായി ലേയും, കണ്ണുമങ്ങിയ ലേയും, റാഹേലും, ബിൽഗ, സിൽപ്പ എല്ലാം കൂടെ ഉണ്ട്. ഒരു രാത്രി ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? ഭാര്യമാരെയും മക്കളെയും കൂട്ടി എവിടത്തേക്ക് വന്നു? യാബോക്കിൻ്റെ കടവിലേക്ക് വരികയാ. ശ്രദ്ധയോടെ ഇരിക്കണം. ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഒരു കിടക്കമേൽ കിടക്കുന്ന ഉൽപ്പത്തി 31:24. യാബോക്കിൻ്റെ കടവിലേക്ക് വായിച്ചാട്ട് കുഞ്ഞ. ഉൽപ്പത്തി 31:24. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് രോമം കത്തിരിക്കാൻ പോയ ലാബാൻ തിരിച്ചു വന്നപ്പം പെൺപിള്ളാരെയും കൂട്ടി ഉള്ള സ്വർണവും പണമായിട്ട് ആര് പോയെന്നറിയാമോ? യാക്കോബ് പോയി. ആരാ? ലാബാൻ. അരാമ്യനായ ലാബാൻ. യാക്കോബിനെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്വോത്രം. ഒരു ജാതിയാതിന്ന് വാർത്തെടുക്കാനാ പ്രോമിസ്. അങ്ങനെയെങ്കിൽ അരാമ്യനായ ലാബാനോട് സ്വർഗം പറയുന്നത് എന്ത്? വായിക്കാം മക്കളെ. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു.
ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. മതി. ആരും അറിയാതെ വീട്ടിൽ നിന്ന് ചാക്കം കെട്ടും ഇതെല്ലാം എടുത്തോണ്ട് വന്ന് ഹല്ലേലൂയ ചാക്കം കെട്ടും എല്ലാം എടുത്തോണ്ട് വന്ന പെൺപിള്ളാരടുത്ത് ലാബാൻ എത്തി. പക്ഷെ ലാബാന് മിണ്ടാൻ പറ്റത്തില്ല. സ്വർഗ്ഗം ആര്? ഇന്റർനെറ്റ് ഇമെയിലും ഒന്നും വേണ്ട. അവന്റെ ഭക്തനായ യാക്കോബിന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. എവിടാ? യാബോക്കിന്റെ കടവാതിക്കൽ എത്തിയപ്പോൾ ഹല്ലേലൂയ ശ്രദ്ധയോടെ ഒരു കാര്യമുണ്ട്. ലാബാനും കൂടെ എത്തി. അവന്റെ ആഗ്രഹം യാക്കോബ് പോകുന്നതല്ല, വീട്ടിൽ നിന്ന് വല്ല ചാക്ക് കെട്ട് വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോന്ന്. കണ്ടോ? സ്തോത്രം. മനസ്സിലാക്കേണ്ട ഒരു സംഹിത ഇതിനകത്ത് കിടപ്പുണ്ട്. ലാബാന്റെ ഹല്ലേലൂയ ചെക്കിങ് തുടങ്ങി. എമിഗ്രേഷൻ കൗണ്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിനകത്ത് കയറുമ്പോൾ ചെക്ക് ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്ത് തുടങ്ങി. യാക്കോബിൻ്റെ കയ്യിൽ ഒന്നുമില്ല, ലേയയുടെ കയ്യിൽ ഒന്നുമില്ല, ദാസിമാരുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടായിട്ട് ഒരു അമ്മാമ ഇറങ്ങി. ആ അമ്മാമയുടെ പേര് റാഖേൽ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്യുവർ വചനമാണ് ഇതൊക്കെ. ആരും ഈ കാലഘട്ടങ്ങളിൽ ഇതൊന്നും പ്രസംഗിക്കത്തില്ല. റാഖേലിൻ്റെ കൂടാരത്തിൽ വന്നപ്പോൾ ഇവൾ പാണ്ടക്കെട്ടിനകത്താ പുള്ളിക്കാരി ഇരിക്കുന്നത്. അവളൊരു കള്ളം പറഞ്ഞു. സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം എനിക്കുണ്ട്, കൂടാരത്തിൽ കയറാൻ പറ്റത്തില്ല. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളുടെ മേൽ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിനകത്ത് നീ കയറിക്കൂടിയിരുന്നാൽ വഴിയിൽ വെച്ച് നീ പട്ടുപോകും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അബ്രഹാമിന് കിട്ടിയ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പേര്, അബ്രഹാമിനെ നീതിയോടെ കൊണ്ട് അടക്കുന്ന ഗുഹയുടെ പേര് മക്ബേല ഗുഹ. വചനം മനസ്സിലാകുന്നവർക്കായി ഒരു ദേശത്തിൻ്റെ പട്ടണത്തിൻ്റെ ശാലേം രാജാവിൻ്റെ മൽക്കീസദക്കിൻ്റെ ഹല്ലേലൂയ തലമുറയിൽ ദേശത്ത് കോടിക്കണക്കിന് വീട്ടിൽ 118 അഭ്യാസികൾ, ഏക്കർ കണക്കിന് ആടുമാടുകൾ സകലതുമുള്ള അബ്രഹാമിന് കരമടച്ച് കിട്ടിയ ഒരേ ഒരു സാധനം ഉള്ളായിരുന്നു, മക്ബേല ഗുഹ. ഈ മക്ബേല ഗുഹയ്ക്കകത്ത് അബ്രഹാമിനെ അടക്കി, ഇസഹാക്കിനെ അടക്കി, യാക്കോബിനെ അടക്കി, റാഖേലിനെ അടക്കി, ലേയെ അടക്കി. പക്ഷേ റാഖേലിനെ അടക്കി. വചനം മനസ്സിലാകുന്നവർക്കായി നിങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതെല്ലാം പഴയ നിയമത്തിലെ കാതലായ ഭാഗങ്ങളാണ്. ഈ ലാബാൻ വന്നപ്പോൾ പാരമ്പര്യത്തിന്റെ ചാക്കുകെട്ട് ആര് വലിച്ചെറിഞ്ഞില്ല? റാഖേൽ. എന്നാൽ സ്വന്തം അപ്പന്റെ മുമ്പിൽ മുടിയൻ പുത്രൻ പറഞ്ഞോളെ അപ്പ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തെന്ന് പറഞ്ഞു പാരമ്പര്യത്തിന്റെ ചാക്കുകെട്ട് അവൾ വലിച്ചെറിഞ്ഞ അപ്പനോട് മാപ്പ് പറഞ്ഞെങ്കിൽ അവൾ മക്ബേല ഗുഹയിൽ അടക്കപ്പെടുമായിരുന്നു. പക്ഷേ അവൾ വഴിയിൽ വെച്ച് പട്ടുപോയി. സ്തോത്രം. ആ യാത്രയിൽ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ ആ ഭാഗം ഞാൻ അങ്ങ് തൊട്ട് വെക്കുക. ആ യാത്രയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ റാഖേൽ പൂർണ്ണ ഗർഭിണിയാ. മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. അവൾ ഈ ഹല്ലേലൂയ കനാനിലേക്ക് എത്തണമെങ്കിൽ ഒരു 30 രൂപ ആട്ടോയിൽ കൊടുത്താൽ മതി. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ അവൾ വഴിയിൽ വെച്ച് ആള് തീർന്നു. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിൻ്റെ പേരാ ബെന്യാമിൻ. ഹല്ലേലൂയ. പക്ഷെ അവളുടെ മക്കൾ പോലും ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് മാറിയപ്പോൾ അവളെ മക്ബേല ഗുഹയിൽ അടക്കിയില്ല. പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിനകത്ത് ദൈവ അവസരം തന്നിട്ട് അതിനോട് ഗുഡ് ബൈ പറയാതെ പാരമ്പര്യത്തിലിരിക്കുന്ന സകല ക്രിസ്ത്യാനികൾ തകരാൻ പോകുന്നത് വഴിയിൽ വെച്ച. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാഷണം എവിടെ കേൾക്കുന്നെങ്കിലും പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ട് പറഞ്ഞു പള്ളിയുടെയും പ്രമാണത്തിൻ്റെയും ചൊല്ലിൻ്റെയും ചൊലുത്തിൻ്റെയും ഹല്ലേലൂയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് കാൽവറിയിൽ ഏകജാതനായ കർത്താവിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എന്നെയും എൻ്റെ കുടുംബത്തെയും വിടുവിക്കുമെന്ന് പറഞ്ഞ് പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞ് നീ മടങ്ങി വരാൻ സാധ്യതയുണ്ടെങ്കിൽ കല്ലറയ്ക്കപ്പുറത്ത് നിന്നെ വിളിച്ചുണർത്തുക. ഒടുക്കലത്തെ നാദത്തിങ്കൽ എൻ്റെ നാഥൻ വരാറായി. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പ. ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞെ പുത്രനായ ക്രിസ്തുവിനെ ചുംബിക്കുക അന്ത്യകാലത്തിൽ. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴമേറിയ ഒഴുക്കുകൾ ചില കുഞ്ഞുങ്ങളിലേക്ക് വരട്ടെ. അവസരങ്ങൾ കർത്താവ് എത്ര തന്ന് സഹോദര സഹോദരി, എത്ര പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഇടതന്നു. എന്നിട്ട് നീ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ പാരമ്പര്യ കുടുംബത്തിൻ്റെ ചാക്കുകെട്ടിനകത്തിരുന്ന് ഹല്ലേലൂയ ആരെങ്കിലും പറഞ്ഞ് ചൊല്ലുത്തോ പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ അവിടെ ഇരുന്ന് ബബ്ബ പറഞ്ഞ് തീരത്തേ ഉള്ളൂ. റാഖേൽ പട്ടുപോയതുപോലെ നീ പട്ടുപോകാൻ സാധ്യതയുണ്ട്. സൗന്ദര്യം കുറവെങ്കിൽ, PhD ഇല്ലെങ്കിൽ, കണ്ണ് മങ്ങിയതാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് യാക്കോബിനോടൊപ്പം നിന്ന് വചനത്തെ മനസ്സിലാക്കിയ കണ്ണ് മങ്ങിയ ലേയ എവിടെ ചെന്ന് വീണ് അബ്രഹാം
വല്യപ്പച്ചൻ്റെ കല്ലറയ്ക്കകത്ത് ചെന്ന് വീഴാൻ അവൾക്ക് കൃപ ലഭിച്ചപ്പോൾ സൗന്ദര്യവതിയായ PhD ആയ കൈ കാശുള്ള കീശയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വഴിയിൽ വെച്ച് അവൾക്ക് നഷ്ടപ്പെടുവാനിടയായി. സ്വന്തം മക്കൾ പോലും ആട്ടോയ്ക്കകത്ത് കയറ്റി റാഗേലമ്മച്ചിയെ കൊണ്ടുപോയി ആ ഗുഹയ്ക്കകത്ത് അടക്കിയില്ല, വഴിയരികെ തടക്കുവാനിടയായി. അപ്പൻ്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നതിന് നിവർത്തിയായി. അവകാശത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിനകത്തിരിക്കുന്ന അമ്മാമേ അച്ചായ, കാലം തീരാറായി, നീ മടങ്ങി വാ. പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ പട്ടത്ത് ചൊല്ലുള്ളത് കൊണ്ടോ ഹല്ലേലൂയ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ടോ നിന്റെ സൗന്ദര്യത്തിന്റെ പ്രതാപം കണ്ടോ ലോകത്തിന്റെ ജഡീക മോഹങ്ങളിലകത്ത് കണ്ണോടിച്ച് നീ പാരമ്പര്യത്തെ വെട്ടിലാക്കി ആ ചാക്കുകെട്ടിന് ഇരുന്നാൽ വഴിയിൽ വെച്ച് നീ പാട്ടുപോകും. 2021 അന്ത്യകാല സന്ദേശം കേട്ടുകൊണ്ട് ഹല്ലേലൂയ ലേഖയ്ക്ക് സൗന്ദര്യമില്ലെങ്കിൽ ഹല്ലേലൂയ അവൻ ചേർന്ന് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവളെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നില്ല. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കിടക്കമേൽ 2 പേരുണ്ടായിരുന്നു. അതിനാശമായി യാബോക്കിൻ്റെ കടവിൽ വന്നു. ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ട യോഗ്യത. അപ്പൻ്റെ ഭവനം വിട്ട് അപ്പനെയും ചേട്ടനെയും വിട്ടിട്ട് ഹല്ലേലൂയ ലാബാൻ്റെ ഭവനത്തിൽ പോയി 20-ൽ പരം വർഷം ആട്ടുകളെ മേയിച്ച് തനിക്ക് കിട്ടിയ ദർശനം എന്തെന്നറിയാതെ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന യാക്കോബ് മടങ്ങി വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അവൻ ഏറ്റുപറയുന്നു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32:27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 32 വേഴ്സ് 27 to 31. കൃത്യം ഇതാ പ്യുവർ വചനം. മടങ്ങി വരേണ്ട മണവാട്ടിയുടെ യോഗ്യത. ഉൽപ്പത്തി 32:27-31 വായിച്ചാട്ടെ. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് ഒരു ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക. യാബോക്കിന്റെ കടവിൽ വെച്ച് നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അടുത്തത് വായിക്കാം. യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് എന്ന എന്റെ പേര് ഉപായിയായ യാക്കോബ് എന്ന. പക്ഷേ അടുത്ത വാക്യം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ദൈവസഭയിൽ ചേർന്നിട്ട് തോമാച്ചനോ അവറാച്ചനോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൽപ്പനയനുസരിച്ച് സ്വർഗത്തോടുള്ള വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നവന് വേറൊരു പേര് സ്വർഗത്തിൽ ദൈവം രേഖപ്പെടുത്തും. കണ്ടോ, ഇറങ്ങിയപ്പം യാക്കോബ് യാബോക്കിന്റെ കടയിൽ വന്ന് ഒരു ദിനം രാത്രി മുഴുവൻ ഒരു ദൂതനുമായി മൽപ്പെടുത്ത സ്വർഗത്തിലെ ദൈവത്തോട് യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ ദൈവത്തോടും ഹല്ലേലൂയ സ്വർഗത്തോടും മല്ല് പിടിച്ചുകൊണ്ട് അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റി. പേര് മാറ്റണം. അവറാച്ചായനും തോമാച്ചായനുമല്ല, ദൈവമുഖത്തേക്ക് ഇറങ്ങിയ ദൈവമക്കളിൽ ദൈവ പൈതൽ എന്ന പേരിലേക്ക് വരണം. അടുത്തത് വായിക്കാം. അടുത്ത വാക്യം. യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. പേര് മാറ്റി. അവൻ അപ്പന്റെ വീട്ടിൽ ഓഹരിയും പാണ്ടക്കെട്ടും എല്ലാം ഹല്ലേലൂയ വലിച്ചെറിഞ്ഞു. അടുത്തത്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി ഒന്നും വന്നില്ല. യാക്കോബ് പറയുന്നത് അടുത്തത് ആ കർത്താവിന്റെ വരവില് അടുത്തത് എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പെനിയേൽ. കണ്ടോ, ഇപ്പൊ സ്ഥലങ്ങളുടെ എല്ലാം പേര് മാറിയത് കണ്ടോ. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഉപായിയായി ഡോക്ടറേറ്റ് എടുത്ത യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹം കൊടുത്തപ്പോൾ അവന്റെ പേര് ഇസ്രായേൽ, മലയാളം സ്തുതിക്കുന്നവൻ ാക്കി. കണ്ടോ, അതുകൊണ്ട് ഉദരത്തിൽ കിടന്ന റബേക്ക അമ്മച്ചിയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഒരു ജാതി മറ്റവനെ സേവിക്കുമെന്ന് പറഞ്ഞ്. കണ്ടോ, അതിൻ്റെ പ്രവചനം ഇന്ന് അന്ത്യകാലം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനത് പറയുമ്പോൾ നിർത്തും. തീർന്നില്ല. അവൻ പെനിയേൽ എന്ന് പേരിട്ടു. അപ്പം ഇനി അടുത്തത് ഒരു ഉദിപ്പ് സൂര്യന്റെ. അടുത്ത വായിച്ചേട്ടൻ മോളെ വചനം. അടുത്തത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഈ സൂര്യൻ എവിടെ വെച്ചാ അവന് നഷ്ടപ്പെട്ടെന്നറിയാമോ? ലൂസിൽ. അപ്പൻ്റെ വീട്ടിൽ നിന്നിറങ്ങി, വടി നഷ്ടപ്പെട്ടു. തീർന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ വെള്ളം നഷ്ടപ്പെട്ടു. കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ഒരു കോവണി ഇറക്കി. പോയത് അല്പം അടിമ വീട്ടിലെങ്കിലും ഒരു 20 വർഷം അവൻ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നെങ്കിലും പ്രോമിസ് ഉള്ളവനെ സ്വർഗത്തിലെ ദൈവം മടക്കിക്കൊണ്ടുവന്നു. ശ്രദ്ധയോടെ മടക്കിക്കൊണ്ട് വന്നവൻ ലാബാന്റെ വീട്ടിൽ നിന്ന് പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടൊന്നും കൊണ്ടുവന്നില്ല.
തീർന്നില്ല. അവനെതിരെ ഏശാവ് കത്തിയായിട്ട് വരുമെന്നൊക്കെ അവനറിയാം. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ വെച്ച് ഇറങ്ങിയപ്പം യാക്കോബ് കഷ്ടതയുടെ നടുവിൽ പിന്നത്തതിൽ മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ലൂസിൻ്റെ പട്ടണത്തിനകത്ത് വെച്ച് സായം സന്ധ്യയിൽ സൂര്യൻ അസ്തമിച്ചെങ്കിൽ മടങ്ങിയവൻ വീണ്ടും ആ ദേശത്തേക്ക് വരുമ്പോൾ പെനിയേലിൽ വരുമ്പോൾ നീതി സൂര്യൻ അവന് വേണ്ടി വെളിപ്പെട്ടു. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. മൂലപദാർത്ഥം കത്തിയടിയ ഭൂമിയും അതിലെ പണികളും വെന്തുപോകും. ആ രാത്രിയിൽ ഒരു കിടക്കമേൽ 2 പേരായിരിക്കും. ഒരമ്മയുടെ ഉദരത്തിൽ തല്ലും പിടിയായിട്ട് കിടന്ന 2 എണ്ണം. ഒരുവന്റെ പേര് യാക്കോബ്, മറ്റവന്റെ പേര് ഏശാവ്. ഏശാവ് തള്ളപ്പെട്ടു പോയി. യാക്കോബ് പേര് മാറിക്കിട്ടി. പെനിയേലിലെത്തുമ്പോൾ സൂര്യൻ ഉദിച്ചു. കർത്താവിൻ്റെ വരവിൽ എടുക്കണമെങ്കിൽ 1 നീ അനുതപിക്കണം. എന്താ അനുതാപം? 20 വർഷം അമ്മാച്ചൻ്റെ വീട്ടിൽ കിടന്ന് ആടുമാടുകളും കാശും അപ്പച്ചനെ പറ്റിച്ചവൻ യാബോക്കിൻ്റെ കടവിൽ വന്ന് സ്വർഗത്തോട് നിലവിളിച്ചു. നമ്പർ 1, എനി പേഴ്സൺ ട്രാവലിംഗ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്വർഗീയ പർദീസയിൽ എടുക്കപ്പെടണമെങ്കിൽ 1 ചെയ്ത തെറ്റിനെ ഓർത്ത് നീ അനുതപിക്കണം. 2 ലാബാന്റെ കുടിലെ ഒരു ചാക്ക് കെട്ട് യാക്കോബ് എടുത്തില്ല. കൈ ഇരുന്നതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം അവൻ ഗുഡ് ബൈ പറഞ്ഞു. 3 അവനൊരു മൽപ്പിടുത്തം നടത്തി. അതിൻ്റെ പേരാ ഏറ്റു പറഞ്ഞു. അയ്യോ സ്വർഗമേ, ലൂസിൽ വെച്ച് നിന്നോട് ഞാൻ വാഗ്ദത്തം പറഞ്ഞു, യാത്രയിൽ എൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ ചെല്ലുന്നിടത്ത് ദൈവം എനിക്ക് കഴിപ്പാൻ തരണം, എനിക്ക് കുടിപ്പാൻ തരണം, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തണം. വചനത്തിൻ്റെ ആഴമാ മക്കളെ പറയുന്നത്. അവൻ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുതപിച്ചു. ദൈവസന്നിധിയിൽ ചാക്കുകെട്ടിനെ ഉപേക്ഷിച്ചു. ഏറ്റു പറഞ്ഞു. സ്വർഗത്തോടും ഹല്ലേലൂയ നിലവിളിച്ചപ്പോൾ ദൂതൻ അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ഒരു കാലത്തിലേക്ക് വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിൽ മണവാട്ടി സഭ എടുക്കണമെങ്കിൽ യാക്കോബിനെ പോലെ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുതപിക്കണം. യാക്കോബിനെ പോലെ ഹല്ലേലൂയ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടുകളെ ഉപേക്ഷിക്കണം. ഇല്ല. 3 അപ്പാ ഹല്ലേലൂയ ചേട്ടാ നിങ്ങളോടെല്ലാം ഞാൻ പാപം ചെയ്തു, ഏറ്റു പറയണം. 4 തമ്പുരാനെ എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണം. ഈ 4 യോഗ്യതയുള്ള ഒരുവനെ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യതയുള്ളൂ. നമ്പർ 1 അനുതപിക്കുക. നമ്പർ 2 പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടുകൾ വേണ്ടാത്തതിനെയുള്ള ഉപേക്ഷിക്കുക. നമ്പർ 3 ഏറ്റുപറയുക. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്പർ 4 നീ 3 കാര്യം ചെയ്യുമ്പോൾ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് മാറ്റും. പേര് മാറ്റി അവനെ ചേർക്കുവാൻ നിഴലായ യാക്കോബ് ഹല്ലേലൂയ യാബോക്കിൻ്റെ കടവിൽ നിന്ന് പെനിയേൽ കടക്കുമ്പോൾ നീതി സൂര്യൻ വെളിപ്പെട്ടതുപോലെ നീതി സൂര്യൻ രോഗോപ ശാന്തിയോടെ വെളിപ്പെടാൻ കാലമായി. പ്രസന്റ് കണ്ടീഷൻസ് യോഗ്യത. ഒരമ്മയുടെ ഉദരത്തിൽ 2 മക്കൾ. ഏശാവ് പട്ടുപോയി, യാക്കോബോ മടങ്ങി വന്നു. അവൻ എടുക്കപ്പെട്ടെങ്കിൽ ഈ അന്ത്യകാലത്ത് പ്രഭാഷണം കേൾക്കുന്ന മക്കളെ, കം ടു നമ്പർ 1 അനുതപിക്കുക. കം ടു നമ്പർ 2 മെത്തേഡ് നീ ഉപേക്ഷിക്കുക. കം ടു ദ 3rd മെത്തേഡ് നീ ഏറ്റു പറയാം. നമ്പർ 4 3 കാര്യം നീ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം 4ാമതായി ഒരു കാര്യം ചെയ്യും. നിന്റെ പേര് മാറ്റും. പേര് മാറ്റിയവനെ ചേർക്കുവാൻ നാഥൻ വരാറായി. സഹോദര സഹോദരി, 3 ഉപമകളിൽ 1ാമത്തെ പാട്ട് കഴിഞ്ഞു. ഒരു രാത്രി, ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുവനെ കൈക്കൊള്ളും, അല്ലെങ്കിൽ ഒരുവനെ തള്ളിക്കളയും. 2 ദ സെക്കൻഡ് പാർട്ട് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരു തിരികല്ലിൽ 2 പേർ പൊടിച്ചു കൊണ്ടിരിക്കും. വചനത്തിൻ്റെ ആഴം